ഇന്ന് തിരുവില്ലാമലയാണ് കേട്ടോ. തിരുവില്ലാമല ഏട്ടൻ്റെ വീടാ. ഇതായിരിക്കണം. അപ്പം ഞങ്ങൾ ഇന്ന് തിരുവില്ലാമല അതാ അവിടെ. ടാറ്റ ടാറ്റ. ടാറ്റ പറയൂ. ടാറ്റ പറയൂ. അപ്പു ഹായ് പറയൂ. ഹായ്. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങനെ പോണത്? നിങ്ങൾ തിരുവല്ലാമല അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെ പുനർജനിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതുവരെ പോയിട്ടില്ല. ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോവാൻ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് നല്ല ആഗ്രഹം, കുറേ കാലമായിട്ട് പറയുന്നു, സമയമായിട്ടുണ്ടാവില്ല. ഇപ്പോഴാണ് സമയമായത്. ഞാൻ എന്താ പറയുക, തിരുവല്ലാമല അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ പോയിട്ടില്ല. ഇവിടെ പുനർജനി കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. ആയിക്കും കണ്ടിട്ടില്ല. കല്യാണത്തിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല. അവിടക്ക് കൊറേ ദൂരം ഉണ്ട് നടക്കാന്ന് പറഞ്ഞിട്ട് ഇന്നെ കൊണ്ടുപോയിട്ടില്ല. കൊറേ ദൂരം ഉണ്ട് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഇന്ന് നമ്മള് കാണട്ടോ. അത് നേരെ നടക്കണ്ട, നമുക്ക് കാറിൽ പോലോ. അതിനടി വരെ കാർ. അതെ റോഡ് കൂടെ. അതെ. അപ്പൊ നമ്മള് എന്തായാലും നമ്മൾ പോകും അല്ലേ? പോണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പൊട്ടുണ്ട്, കടലുണ്ട്. അപ്പൊ നമുക്ക് പെട്രോൾ പമ്പിൽ കയറാം കേട്ടോ ആദ്യം, അല്ലെങ്കിൽ വണ്ടി തള്ളേണ്ടി വരും എല്ലാവരും കൂടി. കാരണം നമ്മുടെ എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. ഉള്ളിൽ തിരുവല്ല സെൻട്രലിൽ വരെ പെട്രോൾ അടിക്കണമെങ്കിൽ. ഇന്നലെ ഞാൻ ഗുരുവായൂരിന്ന് വരുമ്പോൾ അടിച്ചതാണ്, പിന്നെ അടിച്ചിട്ടില്ല. പോണ വഴിക്ക് പെട്രോൾ പമ്പിലൊന്ന് കയറണം, അല്ലെങ്കിൽ ഇവിടെ കറങ്ങാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പിൽ വരണമെങ്കിൽ കുറേ തള്ളേണ്ടി വരും. അല്ലെങ്കിൽ നല്ല തള്ള വണ്ടിയിൽ നിന്നിട്ട് തള്ളുന്നത് കണ്ടില്ലേ. ഇനിയിപ്പോ അപ്പുതാരാ? അപ്പു അപ്പു വന്നിരിക്കുന്ന. ഹായ് പറയാ. അപ്പു ഹായ് മാത്രം പറയും. ഹായ് പറഞ്ഞോണ്ട് കാര്യമില്ല, വണ്ടി ഗീറിന്റെ മുകളിൽ കയറുന്ന എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മള് പെട്രോൾ പമ്പ് എത്തിട്ടോ. പെട്രോൾ അനു മുന്നേ കുടിക്കും. അപ്പു അപ്പു അപ്പു
കണ്ടിട്ടാണ് അപ്പോൾ കേട്ടോ. വരപ്പോ എന്തേ ലോട്ടറി അടിച്ച പോലെയാണല്ലോ ഓടുന്നത്. അപ്പൂസ് ലോട്ട് കിട്ടി സന്തോഷത്തിൽ ഓടുന്നു കേട്ടോ. എവിടേക്കാ എവിടേക്ക്? ഈ അമ്പലത്തിൽ വരെങ്കിലും അനു ഇവിടെ നിന്ന് കണ്ടിട്ടില്ല, ഈ ഭാഗം ഒന്നും കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ദേവമ്മ സ്ഥലം ഞാനും ഒരു വട്ടം കണ്ടല്ലേ വന്നിട്ട്. അല്ല ഇവിടേക്ക് കിടന്നിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്നല്ലോ. ഇതുവരെയ്ക്കും എനിക്ക് പുനർജീനി കാണിച്ചു തന്നിട്ടില്ല. അറിയോ ഗൈസ്? അതാണ് പുനർജീനി കാണിച്ചു തരാം. എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. നടന്നു പോവാം നമുക്ക് നദിയെ. 2.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്നാണ് പുനർജീനി തൊഴാൻ വേണ്ടിയിട്ടൊക്കെ, അവിടെ പുനർജീനി തൊഴാൻ വേണ്ടിയിട്ടൊക്കെ പോവാറ് ഈ ഭാഗത്ത് നിന്നിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ ഇനി റോഡ് സൈഡ് വഴി അപ്പുറത്തു കൂടെ പോയാൽ കാണാൻ പറ്റുമെന്നൊക്കെ പറയണം. അപ്പോൾ നമുക്ക് ആ വഴി ഒന്നുകൂടെ നോക്കാം. എന്നിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ കയറ്റി വിടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ കാണിച്ചിരിക്കും കേട്ടോ. അപ്പം ഇനി ഇവിടെ നിന്ന് ഇതാണ് കുറേ പേരുണ്ട്, നടക്കൊക്കെ ചെയ്യും. പക്ഷെ വെയിൽ ഉദിച്ചില്ല, ഇപ്പോൾ തന്നെ വയ്യണ്ട. ഇനി നടന്നു കഴിഞ്ഞാൽ ആളുടെ പണി തീരും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടിയിൽ അവിടേക്ക് പോവാം പുനർജനി കാണാൻ.
പോവല്ലേ? നമ്മള് പാറയമ്മ കേറിയില്ലല്ലോ അനിയോ, അതിനും കാട്ടി മുന്നേക്ക് വല്യൊരു പടായിട്ടിരിക്കണ്ടല്ലോ. അമ്മോ ഓടണുണ്ടോ വാനരപ്പടകള്? അപ്പു അപ്പു ചെണ്ടോന്നും പറയാത്തേ? അപ്പു എന്താ പറയുന്നേ? ഓ ഒന്നും പറയില്ല. ഇട്ടായോ അമ്മേ? അഴിട്ടായോ? അടിക്കോ? ആ അടിക്കോ? ആ നീ അടിച്ചോ? എന്നെ അടിച്ചോടാ നീ? ആൽമരം കാറ്റ് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് എന്ത് ഈ കുന്നും മലയുള്ള അമ്പലങ്ങളൊക്കെ തന്നെ പോകാനുള്ളത് കേട്ടോ. അല്ല കേട്ടോ, അത് വെച്ചിട്ട് നിങ്ങളിത് കാണാതിരിക്കരുത്, കാണണം. കാരണം ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് നൽകണത് കേട്ടോ. ഏട്ടന് ഇങ്ങനത്തെ അമ്പലങ്ങൾക്ക് പ്രത്യേക ഒരു ക്രൈസും കൊടുത്തില്ല. എന്താ പറയാ? ഞാന് കേറുന്നില്ല. ഏട്ടാ അവിടെ കാണിച്ചു കൊടുത്തോ? അജുംബർലക്കബും നമ്മുടെ ഓ ഗ്രീൻ കുട്ടിച്ചാതാ. അപ്പു മല്ലു ഫാമിലിയുടെ ഒരു ഫാനാട്ടോ. അപ്പു 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 ഹായ് ടാറ്റ പറയൂ. ടാറ്റ ടാറ്റ പറയൂ. ആ പാട്ട് കേട്ടില്ല നിങ്ങൾ? തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ മുടക്കും ഞാൻ. ഇതുകൊണ്ട് സീനാണ്. നമ്മൾ ഇവിടെ വീണ്ടും ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അനിയ തൊഴുതില്ലേ? സന്തോഷമായി. നമ്മള് കാറിൽ പുണർജരി കാണാൻ പോവാ.
അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങി. നമുക്ക് പുനർജിനി കാണാൻ പോട്ടോ. അവിടെ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് തന്നെ അറിയാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ആഗ്രഹമുണ്ട് കാണണം. എന്ത് പറഞ്ഞാലും ഓരോ എക്സ്ക്യൂസുകൾ പറയുള്ളൂന്നേ. അതാ കാണാൻ പിന്നെ പുനർജിനി കാണുമ്പോൾ ഉണ്ടായി അവിടെ നിന്ന് ഒരു ബാക്കിയുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൊറോണയൊക്കെ എത്രയും പെട്ടെന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ എന്താ പറയുക വരുമ്പോൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഇടണം കേട്ടോ, ഞങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇനി പുനർജിനിയിൽ വെച്ച് കാണാം. ഫോട്ടോ എടുക്കട്ടെ. കളിക്കാനൊന്നും പറ്റില്ല. ആ സൈഡിൽ നിന്ന് അച്ഛാ ചാണത്തിൽ ചവിട്ടുണ്ട്. നാടൻ വേഷമാണ്. നാട്ടിലിങ്ങനെ കാറുകൊണ്ടൊക്കെ കൊടുത്ത് പാടത്തും പറമ്പത്തും കൂടെ നടക്കാൻ നല്ല ഇതാണ് നമ്മുടെ അമ്മയുടെ മക്കൾ കേട്ടോ. ഹായ്. ഞാൻ എപ്പോഴും വീഡിയോ കാണാറുണ്ട്. രാവിലെ ഞാൻ പോണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ രാജു പറഞ്ഞ പോയാലോ. എന്റെ അച്ഛന്റെ പെങ്ങളെ അമ്മായി കേട്ടോ. യൂട്യൂബ് അമ്മയുടെ ജിംനാസ്. ഇതാണ് അരുൺ. നമ്മളിപ്പോ പറഞ്ഞില്ലേ പുനർജനി കാണാൻ അവരെ കൊണ്ട് പോകാന്ന് പറഞ്ഞില്ലേ. പുനർജനി കണ്ടോ? ഇല്ല, ഞങ്ങൾ പോണം. അരുണിനെ കൂട്ടിട്ട് പോകാൻ പരിപാടിയില്ല. ഞങ്ങൾ അമ്പലമൊക്കെ പോയി നമ്മുടെ ഒരാളെ കാണാം. മിക്ക അരുതിനെ കാണാം കേട്ടോ. നമ്മ കുളിക്കാടാ. കുളിക്കുന്നിടത്ത് പോയി കാണണം. ഇങ്ങോട്ട് പോര്. അച്ഛമ്മ ഹായ് പറഞ്ഞേ. 4 വയസ്സാണ്. ഞങ്ങള് അമ്പലം തൊഴുത അച്ഛമ്മനെ കാണാൻ വേണ്ടി വന്നാണ്. മുത്തജീനെ മറന്നോ? എന്താ ചെയ്യാ? ഓ അതൊക്കെ എന്റെ കപ്പാസിറ്റി. എവിടെ പോയാലും ഇക്കിട്ടുള്ള പണി വരില്ലോ. ഈ നെറ്റ് ഫ്രീ ആയി കിടക്കുക. എന്നാ കണ്ട എൻ്റെ അമ്മ കേട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് അച്ഛമ്മേനെ കണ്ടിട്ട് പുനർജനി നമ്മുടെ പിള്ളേഴ്സൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇനി പുനർജനി ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. നല്ല വെയിലാണ് കേട്ടോ. കാണാൻ പറ്റായില്ല. നല്ല വെയിലത്തെ അവിടെയൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ബായ്. പാലക്കാട് റൂട്ട്, അതായത് ഈ റൂട്ട് പാലക്കാട് കേട്ടോ. പാലക്കാട് റൂട്ടാണ്. പെരിങ്ങോട്ടുകൃഷി വഴി പാലക്കാട് പോകുന്ന വഴിയാണ്. നമ്മളിങ്ങനെ അതൊക്കെ നൈസായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കണം. നമുക്കിത് അവിടെ സൈഡിൽ നോക്കിയാൽ കാണാം. അതാണ് തിരുവല്ലാമലയുടെ ബാക്കി
അമ്പലത്തിൽ നമ്മൾ ബാക്ക് സൈഡ് നേരത്തെ കാണിച്ച മലയുടെ വ്യൂ ഇതാണത്. ഇതാണ് മലയുടെ വ്യൂ കേട്ടാ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്നു വരികയാണെങ്കിൽ ഇക്കണ്ട ദൂരം മുഴുവൻ മലയുടെ മുകളിൽ കൂടെ നടന്നു വരണം. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ കാറിൽ പോണത്. അതായത് തിരുവനന്തപുരം സെൻറ്ററിൽ കഷ്ടി 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ മലയടിവാരത്തേക്ക് പോവാൻ. നല്ല വ്യൂസാണ്. ഇത് കുറേ പേര് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മളായിട്ടൊന്നും ചെയ്യുന്നേ. അതിന് വേണ്ടിയിട്ടാണ് ഇതാ കാണുകണ്ട. നമ്മള് ഏകദേശം അടുത്തെത്താറായി. ആരും എനിക്ക് വഴി കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. വഴി അറിയില്ലേ? നേരെ പോയാൽ മതി. മനസ്സിലായി. റോഡ് കൂടെ സൈഡ് കൂടെ പോകാൻ പറ്റില്ലല്ലോ. നല്ല ചളി അടിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ അമ്മായിയുടെ മോൻ അല്ല അങ്ങോട്ട് കയറേണ്ടത് ഏത് റോട്ടില്? കയറാൻ പറ്റില്ല. നേരെ 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 ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല. അതല്ല കൊണ്ടുപോയി സ്ലോ ആക്കണ്ടേ? വേണമെങ്കിൽ സ്ലോ ആക്കാം. ഇവിടെ കുഞ്ഞാപ്പീസൊക്കെ ബാക്കിൽ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിട്ട് എന്താണ് ഇപ്പൊ എങ്ങനെ പോകണമെന്ന് അറിയാൻ വേണ്ടി ഗംഭീരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഗംഭീരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അതാ നമ്മള് ശരിക്കും അതിന്റെ അടിവാരത്തെത്തിയിട്ട് നമുക്ക് വിചാരിച്ച കാര്യം നടക്കില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ അനുഭാഗത്തേക്ക് കയറാൻ നിന്നപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഇവിടെ ഇതിൻ്റെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഈ ഫയർ സീസണാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ തീ പൊട്ടാം. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും അവിടെ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ച് പെർമിഷൻ എടുക്കണം. പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് കഷ്ടി 6 കിലോമീറ്റർ അപ്പുറം ഉണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ ഇനിയൊരു ദിവസം ആവാമെന്ന് വിചാരിക്കണു. അതിനിപ്പോൾ നമുക്ക് ഇത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ പുനർജനി. തല വിളിക്കട്ടെ മോളെ, തല വിളിക്കട്ടെ. എൻ്റെ കൂട്ടാണ് പുനർജനി ഉള്ളത്. നമുക്കിപ്പോൾ അവിടെയൊക്കെ മരങ്ങളൊക്കെ ഉള്ള കാരണം ഒന്നും നിൽക്കാൻ പറ്റില്ല. ഏകദേശം ഇത് അവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ തിരുവല്ലാമല അമ്പലത്തിന് ഏകദേശം 1.5 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് മലകളുള്ളത്. ഞാൻ റോഡ് സൈഡിൽ വണ്ടി നിർത്തി നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.